എഴുതിയിറക്കേണ്ട വിലാസം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പുളിയറക്കുണപ്പിയം തിരുവനന്തപുരം. കഥാപ്രസംഗം പറയാൻ കാല് തന്നെ ഓടിക്കട്ടെ. ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ടാണ് ബാക്കി 3 മേടിച്ചത്. ഓഫീസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, വയറ് ചാടി കഴിഞ്ഞാൽ നല്ല വൃത്തികളായിരിക്കും. എല്ലാവർക്കും ശരിയാവും, ചിലർക്ക് ശരിയാവില്ലല്ലോ. അതാണ് കേസ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലിടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ തൊട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പം വന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. സൈഡർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ ഷീനൊക്കെ പോലത്തെ ഒരു ചൈനീസ് ക്ലോത്തിങ് സ്റ്റോറാന്ന് തോന്നുന്നു. പക്ഷേ അവിടുന്ന് ഓർഡർ ചെയ്തപ്പോൾ ഷീനിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പ്രീമിയം ഷീൻ എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ സാധനം വന്നു. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ വർത്താനം പറയുന്നതിന് മുമ്പ് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. കഥാപ്രസംഗം പറയാൻ കാല് തന്നെ ഓടിക്കട്ടെ. ഓക്കെ, ഇതാണ് ഞാൻ പൊട്ടിച്ചു വിട്ടാം. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്ന് വന്ന പാക്കേജ്. ഒരു 1.5 വീക്കോളം എടുത്തു. സാധാരണ ഷീനിനൊക്കെ ഓർഡർ ചെയ്യുന്ന അത്രയും തന്നെ സമയം എടുത്തു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷീനിനേക്കാളും ഇഷ്ടപ്പെട്ടു. വില ശരിക്കും പറഞ്ഞാൽ ഷീനിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതലാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഓഫീസ് വെയർ 2 പീസുള്ള ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിലും അത്ര വിലയായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന്, ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഒബ്വിയസ്ലി വിലക്കുറവുണ്ട്. നല്ല രസമുണ്ട്. സാധനങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധനം എന്താ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. 4 ഐറ്റമാണ് മേടിച്ചത്. ആസ് യൂഷ്വൽ ഒരു ഐറ്റം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെബ്സൈറ്റിൽ കയറിയതും ഓർഡർ ചെയ്തതും. അപ്പോൾ പിന്നെ ഞാൻ നോക്കും എന്തായാലും വരുന്നു. ഒരു സാധനം കൂടെ കണ്ടു, ആ പോകുന്ന വഴിക്ക് ഒരു സാധനം കണ്ടു, അതും കൂടെ ആഡ് ചെയ്തു. പിന്നെ എൻ്റെ മനസ്സിൽ സാധനം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന 1-2 സാധനത്തിൽ കുറേ സാധനങ്ങൾ റിട്ടേൺ ചെയ്യും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 സാധനം മേടിച്ചത്. ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 സാധനം മേടിച്ചത്. നമുക്ക് നോക്കാം. ഇട്ട് നോക്കിയിട്ട് ഒരു സാധനം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇവനാണ് ആ സാധനം. ഇവനാണ് ഈ ഒരു ടോപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഈ ഒരു ടോപ്പ് ഓഫീസിലിടാൻ വേണ്ടിയിട്ടാണ്, ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഒരു കോഡ് സെറ്റ് പോലത്തെ ഒരു സാധനമാണ്. ടോപ്പും ബോട്ടവും സെയിം കളറിൽ ഉള്ള ഈ ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ ഒരു കളറിലുള്ള ഒരു ടോപ്പും ബോട്ടം പാൻറ്റല്ല, ഇതാണ് ഒരു മിഡി പോലത്തെ സ്കേർട്ട് പോലത്തെ സാർ, ഒരു ടൈറ്റ് സ്കേർട്ട് പോലത്തെ അത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഈ 2 സാധനവും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉടുപ്പ് ഞാൻ ഓർഡർ ചെയ്തത്. ഏകദേശം ഒരേ പോലത്തെ കളറാണ്. പക്ഷേ എനിക്കതിനകത്ത് ഏതാണ്, എനിക്കത് ഓൺലൈനിൽ കണ്ടപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ വെച്ച് 2 ഓർഡർ ഇട്ട് നോക്കിയിട്ട് കൊള്ളില്ലെങ്കിൽ 2 തിരിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ 4 പീസസാണ് ഞാൻ ഓർഡർ ചെയ്തത്. സൈഡിൽ നിന്ന് വന്നപ്പോൾ സാധനം വന്നപ്പോൾ എനിക്ക് അവർ ഒരു ഗിഫ്റ്റും കൂടെ അയച്ചിട്ടുണ്ട്. എനിക്കല്ല, ആർക്ക് വേണമെങ്കിലും അവർ ആ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ 4 സാധനമാണ് ഞാൻ അപ്പോൾ ഈ 4 പീസാണ് ഞാൻ സൈഡിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഞാനിത് ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിൽ നിന്ന് ഇത് വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ക്യൂട്ടായിട്ടൊരു സാധനം കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടി. കാണിച്ചു തരാം കേട്ടോ. അവർ എടുത്തിട്ട് വരാം. ഇത് കണ്ടോ, ഇതൊരു സാധനം. ഓക്കെ, ഇത് മറ്റേ മെഷറിങ് ടേപ്പാണേ, കണ്ടില്ലേ? ഒരു മെഷറിങ് ടേപ്പും കൂടെ കിട്ടി. എന്നിട്ട് ഈ ബാക്കിൽ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് പോകും. നല്ല രസമുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മെഷറിങ് ടേപ്പ്, രസമുണ്ട്. അപ്പോൾ അതാണ് ഇവരുടെ പാക്കേജിൽ. എല്ലാ പാക്കേജിലും ഇവർ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കൊന്ന് 4 മേടിച്ചപ്പോൾ ഇത് കിട്ടി. ഇനി ഇത് കൂടുതൽ മേടിച്ച് ഇതിൻ്റെ വലിയ സാധനം വല്ലതും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, അപ്പോൾ നമുക്കിനി അധികം വർത്താനമില്ല. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ദൈവമേ, ഞാൻ ഓർഡർ ചെയ്ത സാധനം ഉണ്ടല്ലോ, വെള്ളയും നീലയും കൂടെ ഉള്ള, അത് നല്ലതായിട്ട് വന്നാൽ മതി. ബാക്കി എന്ത് സാധനം പൊട്ടയായിട്ട് വന്നാലും എനിക്ക് പ്രശ്നമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പ്. ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ടാണ് ബാക്കി 3 മേടിച്ചത്.
എൻ്റെ പ്രാർത്ഥന അതായിരുന്നു, ഇതേമേ ഇത് നല്ലതായിരിക്കണം, ഇത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നായിരുന്നു. പക്ഷെ ഇത് വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്, ഫിറ്റ് കറക്റ്റാണിത്. ഇതെനിക്ക് തോന്നുന്നു XS ആണോ സ്മോൾ ആണോ എന്ന് അറിയില്ല, ഇതിനകത്ത് ഏതോ ആണ്. അപ്പോൾ നല്ലതായിട്ട് നല്ല കറക്റ്റ് ഫിറ്റാണ്. ഇതാ കണ്ടോ, ഇവിടുന്ന് ഒരു 4 ബട്ടൺ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഒരു V പോലെയാണ്. അപ്പം ഒരു ഫോർമൽ വെയറാണിത്. അപ്പം നമുക്ക് ഓഫീസിലൊക്കെ ഇടാൻ സുഖമായിട്ട്. കോട്ടൺ അല്ല, മെറ്റീരിയൽ കോട്ടൺ അല്ല, എന്തോ ഒരു മിക്സ് പോലത്തെ, എനിക്ക് പറയാൻ അറിയത്തില്ല, എന്തോ ഒരു മിക്സ് ഉണ്ട്. പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അകത്താണെങ്കിലും ഇതിൻ്റെ അടിയിലാണെങ്കിലും സാറ്റിൻ ലൈനിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോവില്ല. അതാ ഞാൻ പറഞ്ഞത്, ഷീനിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞതാണ്. ഈ ഒരു ടോപ്പ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പെട്ടെന്ന് നരച്ചു പോവുക അല്ലെങ്കിൽ കീറിപ്പോ ഒന്നും ചെയ്യില്ല. കുറേ കാലങ്ങൾ ചില ഡ്രസ്സുകൾ അങ്ങനെയുള്ളൂ, എന്ത് ചെയ്താലും പോവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ പുറകോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമായിരിക്കും, കുറച്ച് ലൈറ്റിങ് കുറവായിരിക്കും, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉടുപ്പ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഇതിനെ പെയർ ചെയ്യാനായിട്ട് ഞാനൊരു ഓഫ് വൈറ്റ് പാൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇതിനകത്തെ അതേ ഓഫ് വൈറ്റ് തന്നെ എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ പാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം പാൻറ്റാണ്. ഓഫീസിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഈ പാൻറ്റ് ഇട്ടിരിക്കും. അതൊക്കെ സ്ഥിരം പാൻറ്റാണ്, ഭാഗ്യത്തിന് കറക്റ്റ് കളർ മാച്ചായിട്ട് ഒരു പാൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു, ഈ പാൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പാൻറ്റുള്ള ഇടാം, വേറെ ഒന്നും മേടിക്കണ്ടല്ലോ എന്നായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലുക്ക്. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ലതാണ്. ഇവിടെ ഈ ഒരു ബട്ടൺ നമുക്ക് ഇട്ടില്ലെങ്കിലും സീനില്ല, എന്നാലും കണ്ടോ ഇങ്ങനെ ഇരിക്കും, വലിയ പ്രശ്നമില്ല, നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും ഞാൻ എടുക്കും. ഇനി അടുത്തൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. കോസ്റ്റ്യൂം നമ്പർ 2 ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇതൊരു ഇങ്ങനെ ഒറ്റ ഉടുപ്പായിട്ടൊരു ഡ്രസ്സായിട്ടാണ്, ഫോർമൽ ഡ്രസ്സായിട്ടാണ്. ഈ ഒരു പെൻസിൽ ഗ്രേ കളർ, അങ്ങനെ ഒരു ഗ്രേ കളറിലാണ്. കുഴപ്പമില്ല. എനിക്ക് ഇത് കണ്ടോ, ഇവിടെ ഇച്ചിരി ലൂസുണ്ട്. ഇവിടെ ഇവർ ഷോൾഡർ പാഡൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. തുണി കുഴപ്പമില്ല, കോട്ടൺ ആണ്. ഇതേപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, കാണിച്ചു തന്നില്ലേ, ഒരേ കളറുള്ള, അതിൻ്റെ തുണിയാണ് എനിക്ക് ഇതിലും നല്ലത് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് കിടക്കത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഞൊറിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്ലിറ്റ് ഇവിടെ ഒത്തിരിയുണ്ട്, പക്ഷെ നല്ലതാണ്. ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീൽസൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ നല്ല ബോഡി ഹഗ്ഗിങ് സാധനമാണ്. നോക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇതാണ് പിന്നെയും എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ ഇതെടുക്കും. എന്തായാലും കുഴപ്പമില്ല, ഇത് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കാം. അപ്പോൾ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കംഫർട്ടബിൾ ആണ്, ഇങ്ങനെ ഇറുകി പിടിച്ച് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഒരുപാടൊന്നും ഭക്ഷണം കഴിക്കരുത്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന ദിവസം ഓഫീസിൽ പോയിട്ട് ഒത്തിരി ഭക്ഷണം കഴിക്കരുത്, വയറ് ചാടി കഴിഞ്ഞാൽ നല്ല വൃത്തികേടായിരിക്കും കളർ. ഇപ്പം തന്നെ അങ്ങനെയാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിവേ, അപ്പോൾ പക്ഷെ അല്ലാതെ നല്ല ഉടുപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം നമ്പർ 2. അപ്പോൾ നമുക്കിതാ അടുത്ത ഇട്ടിട്ട് വരാം. കോസ്റ്റ്യൂം നമ്പർ 3. പക്ഷേ ഉണ്ടല്ലോ, പോരാ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഒരു ഉടുപ്പാണ്, ജസ്റ്റ് 1 പീസ് ഡ്രസ്സാണിത്. പക്ഷെ എനിക്ക് ഇവിടുന്ന് താഴോട്ട് കറക്റ്റായിട്ട് നിൽപ്പുണ്ട്, പക്ഷേ മോൾ ഭാഗം ഫിറ്റല്ല, ഭയങ്കര ലൂസാണ്. എനിക്കിത് ഇട്ടിട്ട് എന്താ തോന്നുന്നതെന്നറിയോ, മറ്റേ കരാട്ടക്കാരില്ലേ, കരാട്ടക്കാരുടെ ഉടുപ്പ് പോലുണ്ട്, എന്തോ ഒരു അപാകതയുണ്ട്. പക്ഷേ എനിക്കിത് ഫിറ്റല്ല. ഇത് എൻ്റെ ബോഡി പ്രൊപ്പോർഷൻ തെറ്റായിട്ടാണോ അറിയില്ല, എനിക്കെന്തായാലും ഫിറ്റല്ല. ഇതെന്തായാലും ഡെഫിനറ്റ്ലി റിട്ടേൺ ആണ്. പക്ഷേ ഈ ഭാഗത്ത് നല്ലതാണ്. ഇവിടെ ഒരു സിബുണ്ട്, അപ്പോൾ ഇടുന്നതൊക്കെ ആ സിബ് ഊരിയിട്ടാണ്. പക്ഷെ അത് കൊള്ളാം, നല്ലതായിട്ടുണ്ട്. പക്ഷേ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ഇതിൽ തൊട്ട് മുന്നേ കാണിച്ചില്ലേ, അതിനേക്കാളും തുണി ഇത് നല്ല തുണിയാണ്, കുറച്ചും കൂടെ ഗൗരവമുള്ള തുണിയാണ്. പക്ഷേ ഈ ടോപ്പ് പാർട്ട് കണ്ടില്ലേ, എന്തോ ഒരു മറ്റേ ഈ ഹോസ്പിറ്റൽ ഗൗണോ അല്ലെങ്കിൽ കരാട്ടക്കാരുടെ അതുപോലെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കടലാസിലേക്ക് അവരെ പോലെ ഉണ്ട്, അങ്ങനത്തെ ഭയങ്കര ലൂസാണ്, കണ്ടില്ലേ. എന്തായാലും ഇപ്പോൾ ഇത് റിട്ടേൺ ആണ്. പക്ഷെ തുണി കൊള്ളാം കേട്ടോ. എനിക്കൊന്ന് കുറച്ചും കൂടെയൊക്കെ ബോഡി പ്രൊപ്പോർഷൻ കറക്റ്റായിട്ടുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും മേ ബി ഇത്. എനിക്കിതെന്തായാലും ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ലല്ലോ, അതാണ് കേസ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വണ്ണിലാണ് എൻ്റെ പ്രതീക്ഷ. കോസ്റ്റ്യൂം നമ്പർ 4 കൊള്ളാട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യം ഞാൻ കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല, ആ ഒരു വൈറ്റ് ബ്ലൂ, അതിൻ്റെ അത്ര തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ട്. ഇത് ടോപ്പ് മാത്രമല്ല, ഇത് കോട്ട് സെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ. ഇതതിൻ്റെ ടോപ്പ്, ഇതൊരു സ്കേർട്ട് പോലത്തെ, ഒരു ടൈറ്റ് സ്കേർട്ട് പോലത്തെ,
എന്നാൽ അങ്ങനെ ടൈറ്റ് അല്ല, ഇവിടെ മാത്രമേ ഇച്ചിരി ടൈറ്റ് ഉള്ളൂ. കാണാവോ? നല്ലതാണ്, ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ. ഒരു സ്ലിറ്റ് ഉണ്ട്, ഇവിടം വരെ സ്ലിറ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ, നല്ല സുഖം. മെറ്റീരിയൽ കോട്ടൺ ആണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മെറ്റീരിയൽ കോട്ടൺ ആണ്, നല്ല കോട്ടൺ ആണ്. ഇതിനി കഴുകുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഷുഡ് ബി ഗുഡ്. അപ്പോൾ ഇപ്പം എനിക്കിത് കറക്റ്റ് ഫിറ്റാണ്. അതാണ് എൻ്റെ ഒരു പേടി, ഒരു സൈസ് മുകളിൽ മേടിക്കലോ. കാരണം ഇതെങ്ങാനും ഇനി ഷ്രിങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇത് കറക്റ്റാണ്, ഒട്ടും ടൈറ്റ് അല്ല, എന്ന ഫിറ്റാണ് കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ഫിറ്റില്ലേ, അതാണ് സംഭവം. എല്ലാം കൊള്ളാം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ഒരു കാക്കി എന്ന് പറയാം. ന്യൂഡ് കാക്കിയുടെ അത്ര എനിക്ക് ഫോട്ടോ അല്ല വീഡിയോയ്ക്കകത്ത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാക്കിയുടെ അത്ര അങ്ങ് ഡാർക്ക് അല്ല താനും, എന്നാൽ ന്യൂഡിൻ്റെ അത്ര ലൈറ്റ് അല്ല താനും. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പ്ലസൻറ്റ് കളർ. അതിനോറ് ഇത് കോട്ടനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇന്ത്യൻസിന് പിന്നെ കോട്ടൺ കണ്ടാൽ പിന്നെ കുറച്ച് ഭ്രാന്താണല്ലോ. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ. ഇപ്പം ഇതെന്തായാലും എടുക്കുന്നുണ്ട്, ഞാൻ തീരുമാനിച്ചു. ഇതും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാരാന്നറിയോ, ഇതെൻ്റെ മോൺസ്റ്ററാണ്. അപ്പം നമ്മൾ ആദ്യം കാണിച്ചില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞ ആ ഒരു വൈറ്റും ബ്ലൂ ആ ഒരു ടോപ്പ് എടുക്കും. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ മോഡൽ തന്നെയാണ് ഈ ടോപ്പും, സെയിം മോഡൽ കണ്ടില്ലേ. ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു മറ്റേ കോട്ടില്ലേ, മറ്റേ സൂട്ടിൻ്റെ ഒക്കെ അകത്തിടുന്ന ഒരു ഇന്നർ വെസ്റ്റിൻ്റെ ഒരു ചെറിയൊരു കട്ടാണ്. മറ്റേത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ട്. എന്നാലും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സെയിം ആണ്. അല്ലാണ്ട് സൂക്ഷിച്ചു വെക്കണേ മറ്റേ മുദ്ര നോക്കണം എന്ന് പറയുന്ന അത്രയും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ജസ്റ്റ് ദാറ്റ് കളർ ഒന്ന് ഡിഫറെൻ്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതും എന്തായാലും എടുക്കും. ഒരേ പാറ്റേൺ ആണ്, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം കൂടെ വരുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല എത്രയായിരുന്നു എന്ന്. ഓസ്ട്രേലിയൻ ഡോളർ $35 to $40, അല്ലെങ്കിൽ അണ്ടർ 50, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു $40 ആയിരുന്നു, അല്ലെങ്കിൽ $39 ആയിരുന്നു. $39 അല്ലെങ്കിൽ $49, ഇത്രേ ഉള്ളൂ, രണ്ടും കൂടെ ഈ ഒരു സെറ്റ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് ഒരു $100 സാധനമാണ്, രണ്ട് പീസും കൂടെ. അപ്പോൾ ഇതിലും മേടിച്ചപ്പോൾ എനിക്ക് $39 $49 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. പിന്നെ ഷീനിലാണെങ്കിൽ മേ ബി ഇതിലും കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടിയേനെ. പക്ഷേ അതിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതെനിക്ക് ഫിറ്റ് കറക്റ്റ്, അത്രയും ഫിറ്റ് കറക്റ്റ് എനിക്ക് നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതാണ് എന്നൊക്കെ. ഒരു തുണിയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് വേർത്തായിട്ട് തോന്നിയത്. എനിക്ക് ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അശ്വിനോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഇത് രണ്ടും എടുക്കാം. പിന്നെ ഉള്ളത് ആ 2 ഗ്രേ ഇല്ലേ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്ര വലിയ സർക്കസ് കാണിച്ചത്. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഈ സാധനം പാക്കേജ് വരുമ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം എത്ര അടിപൊളിയാണെങ്കിലും ഞാൻ ആ നീല മാത്രമേ എടുക്കുകയുള്ളൂ. മറ്റേത് 3 മേടിച്ചത് ചുമ്മാ ഇട്ട് നോക്കാൻ, നിനക്കൊരു രസത്തിന് വേണ്ടി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നിനക്ക് രസത്തിന് വേണ്ടി മേടിച്ചു എന്നുള്ളത്, നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടൊക്കെയാണ് അത് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിട്ട് നോക്കിയപ്പോൾ ഇത് കൊള്ളാം. പിന്നെ നോക്കുമ്പോൾ വില നല്ല എക്കണോമിക്കലാണ്, അഫോർഡബിൾ വിലയാണ്. അപ്പോൾ പിന്നെ വെച്ച് ഓക്കെ എന്നാൽ ശരി 2 എടുത്തോ, 2 നീ തിരിച്ചു വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റേ ഒരു ഗ്രേയും കൂടി ഇഷ്ടപ്പെട്ടു, ആ ഒരു ഒറ്റ ഉടുപ്പിൻ്റെ രണ്ടാമതിട്ട് കാണിച്ച്. പക്ഷേ വേണ്ട, നമുക്ക് 2 എടുത്താൽ നമ്മൾ 1 എടുക്കാൻ വേണ്ടി വന്നതല്ലേ, എന്നിട്ട് ഇപ്പോൾ 2 ആയില്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ 2 എടുക്കുന്നുള്ളൂ, ബാക്കി 2 നമ്മൾ റിട്ടേൺ കൊടുക്കും. പിന്നെ അതേപോലത്തെ ആ ഗ്രേ അല്ല, അതിൻ്റെ ഒരു നേവി ബ്ലൂ പോലത്തെ വേറൊരു ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു എന്നാൽ പിന്നെ വേണ്ട, അപ്പോൾ ഇത് 2 എടുക്കാം അല്ലേ. അപ്പോൾ ഇത് 2 എടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ക്വിക്ക് വീഡിയോ, സൈഡ് ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാവേ. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മേടിക്കാമല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പിന്നെ സൈഡർ എനിക്ക് പിന്നെ പ്രൊമോഷൻ തന്ന പോലെയാണ് എൻ്റെ വർത്തമാനം. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ ഞാൻ ഈ ഒരു സൈഡറിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അപ്പം വന്നപ്പോൾ ഇത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഷെയർ ചെയ്യാണ്. ആർക്കെങ്കിലുമൊക്കെ അവിടെ എങ്കിലും ഓഫീസ് വെയർ മാത്രമല്ല, എല്ലാം ഉണ്ട്. ആർക്കെങ്കിലൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ. എനിക്കിത് ഷീനിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. പക്ഷേ ഷീൻ്റെ അത്ര ചീപ്പല്ല ഇത്. അപ്പോൾ വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ ഈ 4 ഡ്രസ്സിനകത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട, കൂടുതൽ ഇഷ്ടപ്പെട്ട എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. അപ്പോൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ, പുളിയറക്കുണപ്പുയം, തിരുവനന്തപുരം. അങ്ങനെയാണല്ലോ എഴുതി ഇറക്കേണ്ട വിലാസം വന്നു കഴിഞ്ഞാൽ 90s കിഡ്സ്, പുളിയറക്കുണമ്പിയോ, തിരുവനന്തപുരം. അതിങ്ങനെ വായിൽ ഇങ്ങനെ വരും. ഇപ്പോഴും 90s തന്നെയാണ്, പക്ഷേ വയസ്സായി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇനി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.